തിരച്ചിൽ ഇന്നും തുടരുകയാണ്. സൂചിപ്പാറയ്ക്കും പോത്തുകല്ലിനുമിടയിൽ സൺറൈസ് വാലിയിൽ ഇന്ന് പ്രത്യേക തിരച്ചിൽ നടത്തും. സൈന്യത്തിന്റെയും വനംവകുപ്പിന്റെയും 12 പേർ അടങ്ങുന്ന സംഘമാണ് തിരച്ചിൽ നടത്തുക. ദുരന്ത മേഖലയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ആരംഭിക്കും. നമ്മോടൊപ്പം നമ്മുടെ വാർത്താ സംഘം ഈ പറയുന്ന 8 ദിവസമായി രാപകലില്ലാതെ അവരെ തുടരുന്ന ഈ ദുരന്തം, ഈ കണ്ണീർ, ഈ വേദന ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും പലരും വളരെ ഇമോഷണൽ ആകുന്നുണ്ട്, പലരുടെയും നിയന്ത്രണം വിടുന്നുണ്ട്. എന്തായാലും ചൂരൽമലയിൽ നിന്ന് എം മനോജ്, ക്യാമ്പിൽ നിന്ന് അനിൽ നമ്പ്യാർ, അർജുൻ, സേവാഭാരതി ക്യാമ്പിൽ നിന്ന് അരുൺ, സോണൽ എന്നിവർ ചേരുകയാണ്. ആദ്യം മനോജിലേക്ക് പോകാം. മനോജ്, പറഞ്ഞറിയിക്കാനാവാത്ത വേദനയാണ്. ഈ മഴയത്ത് ഒരു മഴക്കോട്ടും അല്ലെങ്കിൽ കൊടയും ധരിച്ച് നിങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 8 ദിനം പിന്നിടുകയാണ്. ഇനിയും തിരച്ചിൽ തുടരും എന്നാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വരുന്നു എന്ന് പറയുന്നു. എന്താണ് അവിടുത്തെ സ്ഥിതി? പ്രദീപിള്ള, തീർച്ചയായും ഇന്ന് തിരച്ചിൽ തുടരുവാൻ തന്നെയാണ് തീരുമാനം. ഈ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള പ്രദേശങ്ങളിൽ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വനമേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ സൈന്യം ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. ഇതുവഴി ഈ ബെയിലി പാലം വഴി മുണ്ടക്കൈ മേഖലയിലേക്ക് ഒരു സംഘം പോയിരിക്കുന്നു. ഇനി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ തിരച്ചിലിന്റെ ഭാഗമായി തന്നെ ഇന്ന് നിരവധി പേർ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയുണ്ടാകും. ഓരോ വിഭാഗങ്ങളുടെയും പരിശോധന വിവിധ സോണുകളിലായി നടത്തും. ഇതിൽ തന്നെ തിങ്കളാഴ്ച പരിശോധന നടത്തി മൃതദേഹങ്ങൾ ലഭിച്ച ഈ ഒരു പ്രദേശത്ത് വീണ്ടും പരിശോധന നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല മേഖല, ഇവിടെയും കഴിഞ്ഞ ദിവസമൊക്കെ പരിശോധന നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒഴുകി വരുന്ന ജലം അത് ഗതി മാറ്റുവാൻ വേണ്ടി ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ പാറക്കല്ലുകളൊക്കെ ഇവിടെ നിന്നും മാറ്റി വയ്ക്കുന്ന ഒരു പ്രവർത്തനം അത് ഇന്നും തുടരും എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസും ഈ ഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നും ഈ തിരച്ചിലിന്റെ ഭാഗമാകുമ്പോൾ നിരവധി രക്ഷാപ്രവർത്തകർ 7 മണിക്ക് ശേഷം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നിരവധി ജനങ്ങൾ അവരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു മേഖല. ആ സ്കൂളൊക്കെ തന്നെ നമുക്ക് കാണാം. ആ സ്കൂൾ കെട്ടിടം ഈ ദുരന്തമുണ്ടായപ്പോൾ ആ സ്കൂളിനെ ബാധിച്ചിരിക്കുന്നത് ഏത് തരത്തിലാണെന്നൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്തരത്തിൽ ഈ ചൂരൽമല മേഖലയിൽ തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞു. കഴിഞ്ഞ ദിവസവും ഈ വില്ലേജ് റോഡിൽ നിന്നും 2 മൃതശരീരങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്പോൾ ലഭിക്കുന്നത് ഈ ശരീരഭാഗങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതിലൊക്കെ തന്നെ ആരാണെന്ന് തിരിച്ചറിയാനോ ഒന്നും പറ്റാത്ത ഒരു രീതിയിൽ ഈ മൃതശരീരങ്ങൾ ലഭിച്ചാൽ പോലും ഇത്രയധികം ദിവസം ഈ ചളിക്കുള്ളിലും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലും ഒക്കെ കിടന്ന് ജീർണിച്ച നിലയിൽ കണ്ടെത്തുന്നു. അത് കൊണ്ടുവരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരീരഭാഗങ്ങൾ കണ്ടെത്തുമ്പോൾ സാമ്പിളിന് വേണ്ടി DNA സാമ്പിളിന് വേണ്ടി കുറച്ച് ഭാഗം മാത്രം കൊണ്ടുവരുവാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരൊക്കെ പലരും അങ്ങോട്ടേക്ക് നമ്മളൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെയൊന്നും കാണാനില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല, ഈ മരിച്ചവരിൽ അവരുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ ഒരു മേഖല ഇപ്പോൾ ചൂരൽമല ജംഗ്ഷനാണ്. ഇവിടെ നിരവധി സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥാപനങ്ങളിലോട്ടൊക്കെ ഈ ഒരു ഉരുൾപൊട്ടി വന്ന് ഇരച്ചു കയറിയ ആ ഒരു കാഴ്ചയൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം ശക്തിയോടുകൂടി ഒരു പ്രദേശത്തെ തന്നെ ഒന്നാകെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ പ്രദേശങ്ങളിലെ തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഈ മേപ്പാടി, മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ മേപ്പാടിയിൽ നിന്നും നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തിരച്ചിലിന് വേണ്ടി സന്നദ്ധ സംഘടനകളടക്കം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. രാവിലെ മുതൽ തന്നെ സൈന്യത്തിന്റെ ഒരു സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ഒരു മെഡിക്കൽ
ടീമും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായാൽ ഇങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സജ്ജീകരണങ്ങളുമെല്ലാം ഇവിടെ തയ്യാറാണ്. എന്തായാലും ഇനി പരിശോധിക്കാത്ത മേഖലകളിലാണ് ഇന്ന് കൂടുതലായി പരിശോധന നടത്തുക, കൂടുതലും ഈ വനമേഖലകളിൽ. അതോടൊപ്പം തന്നെ ഈ തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ മറവ് ചെയ്യുന്നതിന് ഹാരിസൺ പ്ലാന്റേഷന്റെ 50 സെന്റ് സ്ഥലം കൂടെ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഏറ്റെടുക്കുന്നുണ്ട്. എന്തായാലും നിരവധി മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മറവ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെ ദുരന്ത ബാധിത പ്രദേശങ്ങളായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നിരവധി പേർ ഇപ്പോഴും അവരുടെ വീടുകൾ കാണുവാൻ, അതായത് ഈ ദുരന്തത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ജീവനോടുകൂടി അവിടെ ഉള്ളവർ അവർ തിരികെ എത്തുന്നുണ്ട്. അവർ ഇവിടെ ഈ മേഖലകളിൽ വന്ന് തങ്ങളുടെ വീട് അന്വേഷിക്കുന്നുണ്ട്, തങ്ങളുടെ സ്ഥാപനങ്ങൾ അത് കാണുവാൻ വേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ ഒരു നടപ്പാത ആദ്യം നിർമ്മിച്ചിട്ടുള്ള ഈ നടപ്പാത ഈ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലം കടന്നു വേണം ഈ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടി.